ഇന്ന് വൈകുന്നേരം സൂത്രന്റെ മാജിക്ക്. ഏ കാണുവിൻ, സൂത്രൻ പാമ്പിനെ വലിച്ചു നീട്ടുന്നു. എൻ്റെ അമ്മേ, അതൊന്ന് കാണണം. അറിഞ്ഞോ, സൂത്രൻ പാമ്പിനെ വലിച്ചു നീട്ടുന്നു. സത്യം പറ സൂത്ര, താൻ എങ്ങനെയാ ഇത് ചെയ്യാൻ പോണത്? ഹി ഹി ഹി, പറയാം. ശിശ്, ഇതിനകത്ത് 2 പാമ്പുണ്ട്. ഒന്ന് ചെറുത്, മറ്റത് വലുത്. ചെറിയ പാമ്പിനെ ആദ്യം എടുക്കും, എന്നിട്ട് വലിച്ചു കാണിക്കും. പതുക്കെ വലിക്കണേ ചേട്ടാ. അന്നേരം താൻ കാണാൻ വന്നവരുടെ പിന്നിൽ നിന്ന് ഠോ എന്ന് ശബ്ദമുണ്ടാക്കണം. സകല മണ്ടന്മാരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. അന്നേരം ഞാൻ ചെറുതിനെ മാറ്റി വലുതെടുക്കും. ഹി 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 ഹി. തട്ടിപ്പ് പൊളിയുമോ? ഇല്ലെന്നേ. മണ്ടന്മാര് മാത്രം താമസിക്കുന്ന ഏരിയ നോക്കിയല്ലേ നമ്മൾ മാജിക്ക് വെച്ചത്. താൻ നോക്കിക്കോ, ഒരുത്തനും സംഗതി പിടിയിട്ടില്ല. മാജിക് മാജിക് മാജിക്. ഇതാ സുന്ദരനായ ഈ നീർക്കോലി കുട്ടിയെ ഞാൻ വലിച്ചു നീട്ടാൻ പോന്നു. വലിക്കുകയാണ്, വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നീളം. ഠോ. ഹി 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 ഹി. ശരി, പണി പറ്റിച്ചു. പാമ്പിനെ മാറ്റാം. ഇതാ പാമ്പിന് നീളം കൂടി. ഏ കയ്യടി കയ്യടി. ഏ മഹാപാപി, പിടിയിട അവനെ. അയ്യോ, ഇവന് കാര്യം പിടികിട്ടിയോ? എന്താ എന്താ കാര്യം? പാമ്പിനെ വലിച്ചു നീട്ടിയതൊക്കെ ശരിയാ, പക്ഷേ അവനെ പാവത്തിനെ വലിച്ചു പൊട്ടിച്ചു. ദേ ഒരു കഷ്ണം. ഹമ്പട, അടിയട അവനെ.